Welcome to Malabar Engineering College online classes. I am Shanup from Mechatronics department. Today I am dealing with the topic modulation to BTech S2 students. Okay, so ഈ മോഡുലേഷൻ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുന്നേ വാട്ട് ഇസ് എ നീഡ് ഫോർ ദിസ് മോഡുലേഷൻ്റെ ആവശ്യകത എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആൻറ്റിനെ കൺസിഡർ ചെയ്തു. അപ്പോൾ ആൻറ്റിന നിങ്ങൾക്ക് കാണാം, ഈ ആൻറ്റിനയിൽ നിന്ന് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റേഡിയോയിൽ നിന്നുള്ള ആ ഒരു വേവ് റേഡിയോ റിസീവ് ചെയ്ത് അത് ഔട്ട്പുട്ടായി പുറത്തേക്ക് വന്ന് നമുക്കത് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീക്വൻസി റേഞ്ച് ഉണ്ട് 20 to 20 kHz. ഓക്കെ, പിന്നെ നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷനാണ് എഫ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു 1/λ എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ വാട്ട്സ് എ നീഡ് ഫോർ ദിസ് മോഡുലേഷൻ പറയാൻ പോകുന്നത്. ഈ ഇക്വേഷനിലുള്ള ലാംഡ എന്ന് പറയുന്ന വേവ് ലെങ്ത് നമ്മുടെ ആൻറ്റിനയുടെ ലെങ്ത്തിന് ഡിപ്പെൻസ് ആണ്. ഇവിടെ കാണിച്ചിരുന്നത് ഈ റെഡിലുള്ളത് ആൻറ്റിനിയും പിന്നെ ബ്ലൂവിലുള്ളത് ഇലക്ട്രോമാഗ്നെറ്റിക് വേവ്സ് ആണ്. അപ്പോൾ L = λ/2. അപ്പോൾ നമുക്കൊരു ഫ്രീക്വൻസി ഓഫ് 10 kHz ഉള്ള ഒരു വേവാണ് പുറത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് L = λ/2 എന്ന് പറയുന്ന ഇക്വേഷൻ പ്രകാരം 15 കിലോമീറ്റർ ഹൈറ്റുള്ള ഒരു ആൻറ്റിന നമുക്ക് വേണം. അത് പോസിബിൾ അല്ല. അവിടെയാണ് മോഡുലേഷൻ്റെ ആവശ്യകത നമുക്ക് വരുന്നത്. വാട്ട് ഈസ് മോഡുലേഷൻ? മോഡുലേഷൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദ പ്രോസസ് ബൈ വിച്ച് സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സിഗ്നൽ കാൾഡ് കരിയർ വാരിഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് അനദർ സിഗ്നൽ കാൾഡ് മോഡുലേറ്റിംഗ് സിഗ്നൽ. ഓക്കെ, ഇതാണ് മോഡുലേഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? ഒരു കരിയർ സിഗ്നൽ, ഈ കരിയർ സിഗ്നലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ആംപ്ലിറ്റ്യൂഡോ ഫേസോ ഫ്രീക്വൻസിയോ അത് വാരി ചെയ്യുകയാണ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് അനദർ സിഗ്നൽ. അതിനെയാണ് നമ്മളൊന്ന് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഈ അനദർ സിഗ്നൽ എന്ന് പറയുന്നതാണ് നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നൽ. നമുക്ക് മോഡുലേഷൻ ചെയ്യാൻ ആവശ്യമുള്ള സിഗ്നൽ, അതിനെയാണ് മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുക. പിന്നീട് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന സിഗ്നലിനെയാണ് മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് നമ്മൾ പറയും. ടൈപ്സ് ഓഫ് മോഡുലേഷൻ. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡുലേഷനാണ് നമ്മളിനി നോക്കുന്നത്. കണ്ടിന്യൂസ് വേവ് മോഡുലേഷനുണ്ട്, പൾസ് മോഡുലേഷനുണ്ട്. ഇതിൽ കണ്ടിന്യൂസ് വേവ് മോഡുലേഷനാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് AM, FM ആൻഡ് PM. AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, FM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി മോഡുലേഷൻ, PM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് മോഡുലേഷൻ. ഇതിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും ഫ്രീക്വൻസി മോഡുലേഷനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. മോഡുലേഷൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു ഹ്യൂമനെ കാണാം. ആ ഹ്യൂമൻ ഒരു പേപ്പർ എറിയാണ്. ഓക്കെ, ആ പേപ്പർ എത്ര ഡിസ്റ്റൻസ് പോയി നിങ്ങൾക്ക് കാണാം. ഇനി ആ സെയിം പേപ്പർ തന്നെ ഒരു സ്റ്റോണിൽ റാപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ടൈം എറിയാണ്. അപ്പോൾ കുറച്ചും കൂടി ഡിസ്റ്റൻസിൽ അത് മൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും അനിമേഷനിൽ. ഇനി നമുക്ക് കൺസിഡർ ചെയ്യാം, ആ സ്റ്റോൺ എന്ന് പറയുന്നതാണ് നമ്മുടെ കരിയർ സിഗ്നൽ. ഓക്കെ, അത് ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി ഉള്ള സിഗ്നൽ, അതാണ് സ്റ്റോൺ. ഈ മെസ്സേജ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേപ്പർ, അത് ലോ ഫ്രീക്വൻസി സിഗ്നലാണ്. നമുക്ക് ഈ മെസ്സേജ് സിഗ്നലാണ് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കേണ്ടത്. അത് മെസ്സേജ് സിഗ്നൽ മാത്രം ഒറ്റയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ അത് എത്തുന്നില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, കരിയർ സിഗ്നലിൽ റാപ്പ് ചെയ്തിട്ടാണ് നമ്മളത് സെൻഡ് ചെയ്യുന്നത്. അതാണ് അവിടെ താഴെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, മോഡുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് ഫ്രീക്വൻസി മോഡുലേഷനാണ്. ഫ്രീക്വൻസി മോഡുലേഷൻ അവിടെ നടന്നിരിക്കുന്നത്, അതായത് നമ്മുടെ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട് കരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയാണ് വാരി ചെയ്തിരിക്കുന്നത്. ഫ്രീക്വൻസി മോഡുലേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ വാട്ട് ഈസ് ഫ്രീക്വൻസി മോഡുലേഷൻ? ഫ്രീക്വൻസി മോഡുലേഷൻ ഈസ് ദ process by which the frequency of carrier wave is varied in accordance with the instantaneous amplitude of message signal. ഓക്കെ, അപ്പോൾ ഈ കരിയർ വേവിൻ്റെ ഫ്രീക്വൻസി ഇൻപുട്ട് സിഗ്നലായിട്ടുള്ള അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നലായിട്ടുള്ള നമ്മുടെ സിഗ്നലിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, വേരി ചെയ്യും. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അനിമേഷനാണ് നമ്മൾ നേരത്തെ ആ ഒരു ഇതിൽ കണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ലൈഡിലേക്ക് കൂടി പോവാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം കരിയർ സിഗ്നൽ. ഈ കരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കൂടുതലാണ് ഈ കരിയർ സിഗ്നലിന്. അതുപോലെ നെക്സ്റ്റ്
മോഡുലേറ്റിംഗ് സിഗ്നലാണ് കാണിച്ചിരിക്കുന്നത്. ആ മോഡുലേറ്റിംഗ് സിഗ്നൽ ഫ്രീക്വൻസി കുറവാണ്. ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോഡുലേറ്റ് ചെയ്തിട്ടാണ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ് ആയിട്ടുള്ള ആ ഒരു വേവിനെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. അതാണ് അവിടെ മൂന്നാമതായിട്ട് കാണുന്നത്. ഇതാണ് ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി മോഡുലേഷൻ്റെ ജനറേഷൻ എങ്ങനെയാണെന്നുള്ളത് ഒന്നുകൂടി ഇതിൽ കാണിച്ചിട്ടുണ്ട് ഈ സ്ലൈഡിൽ. ഇനി എഫ് എം മോഡുലേറ്റഡ് വേവ് ഇക്വേഷൻ, അതായത് ആ മോഡുലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു വേവിൻ്റെ ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ എഫ് എം, ദറ്റ് ഈസ് എഫ് എം മോഡുലേറ്റഡ് വേവ് ഇക്വേഷൻ, ദറ്റ് ഈസ് ഈക്വൽ ടു എ സൈൻ ഓഫ് ഒമേഗ സി ടി മൈനസ് എം എഫ് കോസ് ഒമേഗ എം ടി. ഇതിൽ എം എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ ഈസ് ചേഞ്ച്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ. ഓക്കെ, അതായത് കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് വാരി ചെയ്യുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. അതിനെയാണ് നമ്മളെന്ന് പറയുക ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുക. അപ്പോൾ ഇതിൽ കാരിയർ സിഗ്നലിൻ്റെ ഇക്വേഷൻ സി ഓഫ് ടി ഈസ് ഈക്വൽ ടു വി സി കോസ് ഓഫ് 2π എഫ് സി ടി പ്ലസ് ഐ ആണ്. മോഡുലേറ്റിംഗ് സിഗ്നലായിട്ടുള്ള വി ഓഫ് ടിയുടെ ഇക്വേഷൻ വി എം കോസ് ഓഫ് 2π എഫ് എം ടി ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഡെറിവേഷൻസ് ഉണ്ട്. ഈ ഡെറിവേഷൻസ് നമ്മൾ സൈറ്റിൽ നോട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് ഡെറിവേഷൻസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഇക്വേഷൻസ് മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രസൻറ്റേഷനിൽ പറയുന്നുള്ളൂ. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൽ മോഡുലേറ്റിംഗ് സിഗ്നൽ ആണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ. ഇതാണ് നമ്മൾ മോഡുലേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനാണ് സംഭവിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ സംഭവിക്കുമ്പോൾ കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ചിട്ട് ഇൻസ്റ്റൻറ്റേനിയസ്ലി എന്ത് ചെയ്യും, അത് വാരി ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് കിട്ടുന്നത്. ആ വേവാണ് സെക്കൻഡ് വേവ് ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ നമുക്കൊരു അനിമേഷൻ നോക്കാം. ഇതാണ് നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നൽ. ഓക്കെ, അതായത് ഇൻപുട്ട് സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മോഡുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്. ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. താഴത്തെ മൂന്നാമത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്. മുകളിലുള്ള ഇൻപുട്ട് സിഗ്നലും കാരിയർ സിഗ്നലും കൂടി മോഡുലേഷൻ ചെയ്തിട്ട് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് കിട്ടുന്നു. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൻ്റെ ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് വി ഓഫ് ടി ഈസ് ഈക്വൽ ടു വി സി കോസ് ഓഫ് 2π എഫ് സി ടി ഇൻറ്റു 1 + m കോസ് ഓഫ് 2π എഫ് എം ടി. ഇതിൽ വി സി എന്ന് പറയുന്നത് അൺമോഡുലേറ്റഡ് പീക്ക് കരിയർ ആംപ്ലിറ്റ്യൂഡാണ്. എഫ് സി എന്ന് പറയുന്നത് കരിയർ ഫ്രീക്വൻസിയാണ്. എഫ് എന്ന് പറഞ്ഞാൽ മോഡുലേഷൻ ഫ്രീക്വൻസിയാണ്. എം എന്ന് പറഞ്ഞാൽ മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. ഈ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 to 1 ഇടയിലായിരിക്കണം. ഇഫ് മോഡുലേഷൻ ഇൻഡെക്സ് എം ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് പറഞ്ഞാൽ സിഗ്നൽ ഓവർ മോഡുലേറ്റ് ചെയ്യും. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്തിട്ടുള്ള ഒരു സൈൻ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സ്പെക്ട്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ലോവർ സൈഡ് ബാൻഡ് ഉണ്ട്, അപ്പർ സൈഡ് ബാൻഡ് ഉണ്ട്, കരിയറും ഉണ്ട്. ഓക്കെ, അപ്പോൾ കരിയർ സൈഡിൽ നിൽക്കുന്നത് എഫ് സി എന്ന് പറയുന്നത് സെൻട്രൽ ഫ്രീക്വൻസിയിലാണ്. പിന്നെ ലോവർ സൈഡ് ബാൻഡ് എന്ന് പറയുന്നത് എഫ് എം ഡിഫറൻസ്, എഫ് എം ഫ്രീക്വൻസി ഡിഫറൻസ് ഉണ്ട്. അതുപോലെ അപ്പർ സൈഡ് ബാൻഡ് എന്ന് പറയുന്നത് എഫ് എം ഫ്രീക്വൻസി ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ബാൻഡ് വിഡ്ത്ത് നമുക്ക് എടുക്കാം. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് അപ്പർ സൈഡ് ബാൻഡ് മൈനസ് ലോവർ സൈഡ് ബാൻഡ്, അല്ലെങ്കിൽ അപ്പർ ഫ്രീക്വൻസി മൈനസ് ലോവർ ഫ്രീക്വൻസി. അപ്പോൾ അതിന് നമുക്ക് ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 2FM ആയിട്ട് നമുക്ക് എടുക്കാം.